الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമറാഹിമീനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്തുകൾ ധാരാളം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ, ദുഃഖങ്ങളുടെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണോ? ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ ഉറവിടങ്ങൾ അല്ലാഹു നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സാമ്പത്തികമായ നല്ല ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും കടങ്ങളും ബാധ്യതകളെല്ലാം മാറാനുള്ള ഒരു മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ ഈ സൂറത്തിനുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതാണ്, കടബാധ്യതകൾ മാറുന്നതാണ്, ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. അങ്ങനെയുള്ള നല്ല ഒരു സൂറത്തിനെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചെറിയ സൂറത്ത് ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതാൻ കഴിയുന്ന സൂറത്താണ്. പക്ഷേ മഹത്വങ്ങളോ വലുതാണ്. മഹത്വക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. റഹ്മാനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹസനാക്കണേ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ കടക്കാറുണ്ട്. ജീവിതത്തിന്റെ പല മേഖലകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ സാലിഹായ ഇണകളെ കാത്തിരിക്കുന്ന മക്കളുണ്ട്, അതുപോലെ തന്നെ ഗൾഫിൽ നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്, ജോലിയുള്ളവരവർ, ജോലിയില്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ തന്നെ ബർക്കത്തില്ലാത്തവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നീ ബർക്കത്തുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നീ നിലനിർത്തണേ അല്ലാഹ്. അങ്ങനെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഓതാൻ പറ്റിയ മഹത്തായ ഒരു സൂറത്തിനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ മഹത്വമുള്ള സൂറത്താണ് പരിശുദ്ധ ഖുർആൻ. ധാരാളം മഹത്വങ്ങളുണ്ട് പടച്ചവനെ. അതറിഞ്ഞ് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ. പടച്ചവനെ, നീ ധാരാളം ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പലരും പല പ്രശ്നങ്ങളാൽ മാനസിക പിരിമുറുക്കം, ടെൻഷനുകൾ ഉണ്ടാകുന്നവരാണ്. അവരുടെ ടെൻഷൻ മാറാനും അവരുടെ വിഷമങ്ങൾ മാറാനും പല വഴികളും അവർ സ്വീകരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്, ടെൻഷൻ മാറാൻ, സങ്കടങ്ങൾ വരുമ്പോൾ അത് മാറാൻ പ്രവാചകന്റെ ജീവിതം നാം മാതൃകയാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്റെ ജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ അല്ലാഹ് എന്നായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈ ദുആ നമ്മൾ കൊണ്ടുവരണം. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് പ്രകാശമാണ്. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, പടച്ചവനെ എൻ്റെ ഹൃദയം അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, എൻ്റെ ഹൃദയം പടച്ചവനെ നിന്റെ ഖുർആൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അത് പ്രകാശമാണ്, അത് എല്ലാത്തിനും മരുന്നാണ്. ഖുർആൻ കൊണ്ട് ശിവ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ശിവ കിട്ടുകയില്ല. എവിടെയാണ് പ്രകാശമുള്ളത് അവിടെയാണ് നന്മയുള്ളത് എന്ന് നമുക്ക് കാണാം. എവിടെയാണ് പ്രകാശമില്ലാത്തത് അവിടെ തിന്മയും സമാധാനക്കേടും ഉണ്ടാകും. അപ്പോൾ ഖുർആനുമായി നമ്മൾ എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. ഖുർആനുമായി നമ്മൾ എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. വീടുകളിൽ ചെന്നാൽ അവിടെ ഖുർആനോദലും മാലമൗലിദ് ഇങ്ങനെയുള്ള മഹത്വമായ അമലുകൾ ചെയ്തുകൊണ്ട് ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ അവരുടെ ഭവനങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും മൊബൈലുകൾ പിടിച്ച് സോഷ്യൽ മീഡിയയിലെ രൂപത്തിലാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഖുർആനുമായിട്ട് ബന്ധം വയ്ക്കണം.
നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു 114 അധ്യായങ്ങൾ ഇന്ന ഗുണങ്ങൾ ഇന്ന മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. പണങ്ങൾ ഇല്ലെങ്കിലും ഇന്ന് സുഖലോലുപങ്ങൾ കൂടുതലാണ്. ഇന്ന് ധാരാളം സമ്പത്തുകൾ പലർക്കുമുണ്ട്, സുഖങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ മനസ്സിന് സമാധാനമില്ല. കാരണം നമ്മൾ ഖുർആൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാഷിം സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്ന് പറയപ്പെട്ട ആളായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ യാത്രയ്ക്കായി പുറപ്പെട്ടു. അങ്ങനെ സൂഫി വര്യനായ മഹാനവറുകൾ കപ്പൽ യാത്രയ്ക്കായി പുറപ്പെട്ടപ്പോൾ കപ്പൽ കയറാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് കപ്പിത്താൻ പറയുകയാണ്, ടിക്കറ്റ് ഫുള്ളായി, യാത്ര ഇപ്പോൾ നിങ്ങൾക്കില്ല, പിന്നൊരു സമയമാകട്ടെ. അങ്ങനെ മഹാനവറുകൾ തിരിഞ്ഞ് നടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ കപ്പലിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, കൈകൊട്ടി വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല അല്ലേ? മഹാൻ പറഞ്ഞു, അതെ, എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല, എന്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ കപ്പൽ കയറിക്കൊള്ളൂ എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. അങ്ങനെ മഹാനുഭവൻ ആ കപ്പലിൽ കയറി അങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര തുടർന്ന് പോകുമ്പോൾ ആ കൈകൊട്ടി വിളിച്ച് ടിക്കറ്റ് കൊടുത്ത ചെറുപ്പക്കാരൻ സീറ്റിന്റെ ഉള്ളിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് അവൻ അത് കുടിക്കാൻ തുടങ്ങി. കുടിച്ച് ലക്കുകൾ അദ്ദേഹം അന്യ സ്ത്രീകളുമായിട്ട് അദ്ദേഹം ഡാൻസിൽ ഏർപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹം പാട്ടുകാരുടെ മുന്നിൽ പോയി പാട്ടുകൾ പാടാൻ തുടങ്ങി. ചെറുപ്പക്കാരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പല വിനോദങ്ങളിലും പല രസങ്ങളിലും അദ്ദേഹം ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ ആ സൂഫി വര്യനോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലേ? മദ്യപാനത്തോടും അതുപോലെ പല സ്ത്രീകളോടും നൃത്തം ചെയ്യാനെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനവറുകൾ പറയുകയാണ്, ഇതിനേക്കാൾ ആനന്ദമുള്ള, ഇതിനേക്കാൾ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു മഹത്തായ കാര്യം എന്റെ അടുക്കലുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ മദ്യമിറങ്ങി വിനോദങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മഹാനവറുകളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ നേരത്തെ എന്റെ അടുക്കൽ പറഞ്ഞില്ലേ, ഞാൻ മദ്യപിച്ച് ഡാൻസുകൾ ചെയ്യുമ്പോൾ അന്യ സ്ത്രീകളുമായി ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ മദ്യപിച്ചപ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ കയ്യിൽ എന്തോ ഒരു സംഗതിയുണ്ട്, ഇതിനേക്കാളെല്ലാം രസകരമായ ഒരു സംഗതിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ആ ചെറുപ്പക്കാരൻ ആ സൂഫി വര്യനോട് പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ വിചാരിച്ചെന്താണ്, മഹാനവറുകളിൽ എന്തോ പാട്ടുകളോ മറ്റു വിനോദങ്ങളോ ഉണ്ടെന്നാണ്. മഹാനായ അബൂ ഹാഷിം റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങി. അന്ത്യദിനത്തെ സംബന്ധിച്ചിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചുമെല്ലാം പരിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങി. മദ്യലഹരിയെല്ലാം വിട്ട് ഉണർവിലായ ചെറുപ്പക്കാരൻ ഇത് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു ഗാനഗന്ധർവനായ ചെറുപ്പക്കാരൻ പാടിയ പാട്ടിനേക്കാൾ എത്ര മനോഹരമാണ്, ഞാനിവിടെ അനുഭവിച്ച സർവ്വ സുഖങ്ങളെക്കാളും എത്രയോ മനോഹരമാണ് ഈ വരികളെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഒന്ന് ഓടി എനിക്ക് ഓതിത്തരണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മഹാനവറുകൾ ഒന്ന് ഓടി ആ ചെറുപ്പക്കാരൻ ഓതി കൊടുക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ ലഹരിയിൽ അദ്ദേഹം അതാ സർവ്വ മദ്യക്കുപ്പികളും വലിച്ചെറിയപ്പെടുകയാണ്. ആ മഹാനവറുകളോടൊപ്പം തന്നെ ആ മനുഷ്യൻ ചേരുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രപഞ്ചസൃഷ്ടാവായ റബ്ബിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. എല്ലാത്തിനും ഖുർആൻ ഒരു പരിഹാരമാണ്. ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് വേറെന്തുകൊണ്ട് ശിഫ കിട്ടാനാണ് മുഅ്മിനീങ്ങളെ? അപ്പോൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് അല്ലാഹു എല്ലാ വിഷയത്തിലും ശിഫ നൽകുമാറാകട്ടെ. സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ, ദുഃഖങ്ങളുടെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പിരിമുറുക്കത്തിലാണോ? സമ്പത്തില്ലാത്തതിന്റെ പേരിൽ സമ്പത്തിനായി എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഈ സൂറത്ത് മതി.
അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യപ്പെടാൻ ഈ സൂറത്ത് മതി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഇത് ഓതുന്നവർക്ക് അല്ലാഹു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ്, ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്, കടബാധ്യതകൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്, ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. അങ്ങനെയുള്ള നല്ലൊരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. വരുമാനത്തിൽ ഉന്നതി ഉണ്ടാകാൻ ഈ ചെറിയ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ രീതിക്ക് നമ്മൾ ഓതിയാൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. ഈ ചെറിയ സൂറത്ത് 3 മിനിറ്റ് മതി ഓതാൻ. എങ്ങനെയാണ് ഓതേണ്ടത് എന്നും ഏത് സമയത്താണ് ഓതേണ്ടതെന്നും വിശദമായി മഹാന്മാര് പറഞ്ഞത് ഈ വീഡിയോയിലുണ്ട്. നമ്മുടെ ഓരോ മാർഗവും പൂർത്തീകരിച്ച് കിട്ടാനുള്ള വഴി, ഓരോ മാർഗവും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാനുള്ള വഴി ഈ സൂറത്തിലുണ്ട്. കടം കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ, സാമ്പത്തിക പ്രയാസങ്ങളോ ജീവിതത്തിലും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, മാനസിക പിരിമുറുക്കമുള്ളവരാണെങ്കിൽ അതെല്ലാം മാറ്റിക്കിട്ടാനുള്ള വഴിയാണ് പറയുന്നത്. മല പോലുള്ള എന്ത് പ്രശ്നവും മഞ്ഞ് പോലെ ആക്കി കളയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഇത് എന്റെ വകയല്ല, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതാണ്. ഭവനമില്ലാതെ പരാതി പറയുന്നവർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്നവർ, കടമുള്ളവർ, വിവാഹം ശരിയാകാത്തവർ, എന്ത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനും ഈ സൂറത്തിന് നിങ്ങൾ കേവലം 21 ആയത്തുകൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്ത് 3 മിനിറ്റ് പോലും വേണം. അപ്പൊ അത് ഓതാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതാണ്. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. അവ സാമ്പത്തികമായ വിജയങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു, ഒരു നിശ്ചിത സമയത്ത് ഓതിയാലും അവന്റെ സാമ്പത്തികമായ പിരിമുറുക്കം, അതുപോലെ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, കുടുംബപരമായിട്ടുള്ള വിഷമങ്ങൾ, അതൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഏത് രീതിക്ക് ഓതണം, ഏത് സമയത്ത് ഓതണം, വ്യത്യസ്തമായ രീതിക്കാണ് അവർ കണക്കുകൾ പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ ഓതേണ്ടിയുള്ളത് ഏത് സൂറത്താണ്? ആ സൂറത്തിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. മഹത്തായ സൂറത്തുൽ ലൈലാണ്. ഒരൽപ്പം ഞാൻ ഓതിത്തരാം. മുഅ്മിനീങ്ങളെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى. തുടങ്ങുന്ന മഹത്തായ ഈ സൂറത്ത് 21 ആയത്തുകളുള്ള മഹത്തായ ഈ സൂറത്ത്. ഇനി നമ്മുടെ വിഷയങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓതേണ്ടിയുള്ളത് നോക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടിയുള്ളത് നമുക്ക് നോക്കാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഈ സൂറത്ത് നമ്മൾ ഓതുന്നതിന് മുമ്പ് ഒരു നിയ്യത്ത് നമുക്ക് വേണം. പടച്ചവനെ, നീയാണ് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത്, നീ തന്നെയാണ് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നുള്ള ഉറപ്പായൊരു വിശ്വാസം വേണം. അല്ലാതെ ഓതുന്ന സമയത്ത് നടക്കോ ഇല്ലയോ എന്ന് വസ്വാസം പാടില്ല. നിന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം കുറയാതെ നീ എനിക്ക് നൽകുന്നതാണ് എന്ന വിശ്വാസത്തോടെ നമ്മൾ ഓതണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ഞാൻ ഓതുന്ന ഈ സൂറത്ത് കാരണമായി എന്റെ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ് എന്നുള്ള നല്ല നിയ്യത്തോടെ ആദ്യം നിങ്ങൾ വുളു എടുക്കുക. വുളു എടുത്തിട്ട് 2 റക്അത്ത് ഹാജത്ത് സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുക. നമസ്കാരത്തിന് ശേഷം അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ കുറഞ്ഞത് 3 തവണ നല്ല സമാധാനത്തോടെ, തെറ്റുകൾ വരാതെ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. എന്നിട്ട് പാരായണം ചെയ്തതിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ഇസ്തിഗ്ഫാർ നിങ്ങൾ കുറച്ച് ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. സമ്പാദ്യം വർദ്ധിക്കാനുള്ള സമ്പാദ്യത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ 40 ദിവസം ഇത് ഓതുക. 40 ദിവസം ഇത് ഓതണം. ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കച്ചവടങ്ങളിൽ ബർക്കത്ത് ഉണ്ടാകാൻ 40 ദിവസം ഇത് ഓതുക.
ചിലർ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹു വലിയ വലിയ മാറ്റങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ചിലർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാഹു മാറ്റങ്ങൾ നൽകുന്നതാണ്. മുറിയാതെ നമ്മൾ 40 ദിവസം ഓതുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ചിലർ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹു വലിയ മാറ്റങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ്? ചിലർ പറയും, ഉസ്താദേ സ്ഥിരമായി ഓതാൻ കഴിയില്ലല്ലോ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർത്തീകരിക്കുക. തുടർച്ചയായിട്ട് എല്ലാ രാത്രിയിലും 40 വട്ടം നമ്മൾ ഓതണം. അങ്ങനെ ഓതി വരുമ്പോൾ അതിനകത്തൊരായത്തുണ്ട്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. അല്ലാഹു സുബ്ഹാനഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് പറയുന്ന ഈ ആയത്ത് വരുന്നുണ്ട്. ഈ ആയത്ത് എത്തുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഓതണം. ഞാൻ ഓരോ തവണ ഓതുമ്പോഴും 3 പ്രാവശ്യം ഈ ആയത്ത് ഓതണം. അങ്ങനെ തുടർച്ചയായി 40 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടെ നമ്മൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു നിങ്ങൾക്കുള്ള മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് നമുക്ക് സാമ്പത്തിക വർധനവുണ്ടാകാനും സമ്പത്തിൽ വർധനവുണ്ടാകാനും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനും 40 ദിവസം ഇത് ഓതണം. ഈ സൂറത്ത് 40 ദിവസം 40 തവണ ഓരോ ദിവസവും 40 പ്രാവശ്യം വെച്ച് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഓതി കിടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. ഒന്നുകൂടി ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഓതി വരുമ്പോൾ 3 പ്രാവശ്യം ഓതേണ്ട ഒരു ആയത്തുണ്ട്. അങ്ങനെ ആ കണക്കനുസരിച്ച് നിങ്ങൾ ഓതിയാൽ ക്ഷമയോടുകൂടി പടച്ചവനെ എന്റെ ഇന്ന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, എനിക്ക് സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്, ആയുസ്സിൽ വർധനവ് നൽകണേ അല്ലാഹ്, എന്റെ മക്കളിൽ അല്ലാഹു ഖൈറുകൾ നൽകണേ അല്ലാഹ്, പടച്ചവന്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന രീതിക്ക് ഈ 21 ആയത്തുകളുള്ള ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അർഹമുർ റഹീമായ റബ്ബ് നിങ്ങളുടെ എല്ലാ മേഖലകളിലും അല്ലാഹു വിജയങ്ങൾ നൽകുന്നതാണ്. പടച്ചവനെ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം നീ അകറ്റണേ പടച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ കേട്ടതും പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ നിങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ടവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾ പലരും കടങ്ങൾ വലിയവരാണ്, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ്, നീ ജോലി നൽകണേ പടച്ചവനെ. ഞങ്ങൾക്ക് പലരും മക്കളില്ലാത്തവരാണ്, നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് പടച്ചവനെ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ പടച്ചവനെ. ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹുവേ, മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപകാരമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വൈശ്വര്യങ്ങളും സന്തോഷങ്ങളും നീ നിലനിർത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ ധാരാളം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളോട് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.